ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഒരു തേർഡ് ഡേ ആണ് കേട്ടോ. സോ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡേ ആണ്. സോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് കോളേജിൽ പോകാൻ റെഡിയാവും. എൻ്റെ ബ്ലാക്ക് ജേഴ്സി ഷോൾ കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പിങ്ക് കളർ ഷോൾ ഇട്ടിട്ടുള്ളത്. ഞാനിത് എൻ്റെ ഡോട്ട് ആൻഡ് കെൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് എനിക്കത് ഭയങ്കര സൂപ്പർ വെയ്റ്റ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒരു ജെൽ ഫോം പെട്ടെന്ന് അബ്സോർബ് ആവും അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഇത് ഈ ഒരു സൺസ്ക്രീനാണ് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നവംബർ 14th ആണ് നമ്മുടെ ചിൽഡ്രൻസ് ഡേ. അപ്പോൾ ഇന്ന് നമുക്ക് ശിശുദിനത്തിൻ്റെ കുറച്ച് പരിപാടികളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ചധികം ഞാൻ യൂഷ്വലി ഇടുന്ന വ്ളോഗിനേക്കാളും ലെങ്ത്ത് കൂടിയോ എന്നൊരു ഡൗട്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇഷ്ടമായോ? എത്ര ലെങ്ത്ത് വേണോ എന്നുള്ളതൊക്കെ പറയണം. ഓക്കെ, ആദ്യം സൺസ്ക്രീൻ ഇട്ടപ്പോൾ എനിക്കത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒരു ഇങ്ങനെ ലെയറായി തോന്നിയതുകൊണ്ട് ഞാൻ ഇത് കുറച്ചുകൂടി സൺസ്ക്രീൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഡബിൾ ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. നോർമലി ഇങ്ങനെ ഡബിൾ ലെയർ ആയിട്ട് നിൽക്കണമെന്നുണ്ട്. അപ്പോൾ അതിനിടെ ഞാൻ ഇവിടെ അനിയനോട് എന്തൊക്കെയോ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു നമ്മുടെ ലാസ്റ്റ് സെമസ്റ്റർക്ക് വേണ്ട നോട്ട്ബുക്കും പ്രിൻറ്റും എല്ലാം ഇപ്പം ഇന്നലെ മേടിച്ചതിന് ശേഷം പുതുതായിട്ട് കോളേജിൽ കൊണ്ടുപോകണം. സോ എല്ലാത്തുമ്പോൾ പേരും ക്ലാസ്സൊക്കെ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ സെമ്മക്ക് ഞാൻ വാങ്ങിയ ബുക്കുകളെല്ലാം ലൈനുള്ള നോട്ട്സാണ്. അത് അറിയാതെ എടുത്താണ്. പിന്നെ വിചാരിച്ചു ഓക്കെ മാറ്റണ്ട, ഇപ്രാവശ്യം നമുക്ക് ലൈനുള്ളിരുന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് കുറേ കോപ്പി പ്രിൻസും മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഞാൻ എൻ്റെ പേരും ക്ലാസ്സും എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റ് ബുക്കിലും ഇങ്ങനെ പേരും ക്ലാസ്സൊക്കെ എഴുതി വെക്കുക. എനിക്ക് എപ്പോഴും ഭയങ്കര എന്തോ നൊസ്റ്റുമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ടെക്സ്റ്റുകളൊക്കെ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആകെ ടെൻസ്ഡായി നിൽക്കുകയാണ്. അയ്യോ അത്ര കുറേ പഠിക്കാനൊക്കെ ഉണ്ടാവുന്നില്ല. പിന്നെ ഇത് 2 പെന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എപ്പോഴാണ് ഒരു സംഭവം റിയലൈസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലിപ് ബാമാണ്. ഇത് ഉമ്മ യൂസ് ചെയ്യാൻ മേടിച്ചത് എന്തോ ആണ്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് മെൻസിൻ്റെതാണ്. മെൻസിൻ്റെതും വുമൻസിൻ്റെതും തമ്മിൽ എന്താവില്ലേ കൂടുതൽ ഡീറ്റെയിൽസ് ഡിഫറൻസ് ഉണ്ടാവുക ഈ ലിപ് ബാം സ്കിൻ കെയർ സംഭവങ്ങളിലൊക്കെ. ആൻഡ് ഐ ഡോണ്ട് നോ. അപ്പോൾ ഞാൻ എന്തായാലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഹൈഡ്രേഷൻ ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലിപ് ബാം ഇടാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇത് മെൻസിനാന്ന് കണ്ടത്. അപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു ശുഷ്കാന്തി പോരാ. ഞാനിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഓക്കെ അല്ലാത്ത പോലെ തോന്നി. ബട്ട് ലിപ്സിലിട്ടിട്ട് ഇത് നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഹൈഡ്രേഷൻ, നല്ലൊരു ജെല്ലി ഫീൽ, ഒരു ഫിനിഷിങ് ഉണ്ട്. പിന്നെ വേണോ വേണ്ട വിചാരിച്ചു ഞാൻ എന്ത് ചെയ്ത് ലിപ് ബാം മുഴുവൻ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ ലിപ്സ്റ്റിക് ഇട്ടു. ആൻഡ് ഹിജാബിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് വേറെന്തോ രീതിയിലാണ് ചെയ്തത്. ഇന്ന് നമുക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതിന് നിൽക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് കോളേജിൽ പോയിട്ട് ബാക്കി സംഭവങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഫുള്ളി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അതേ ഞാൻ ബാക്കിലൂടെ എൻ്റെ മിററിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണോ? ഞാൻ നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. സോ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ പറയും. നിങ്ങളെല്ലാവരും നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ. എനിക്കും നിങ്ങളായിട്ടൊന്നുകൂടി കമ്പനി ആവാനും ആൻഡ് എൻ്റെ ഫോളോവേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ആക്കി എടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. സോ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് ദോശയായിരുന്നു. ദോശയും പിന്നെ ചെറുപയർ കറി ഉണ്ട്. പിന്നെ വെള്ളം കുടിക്കൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്ത് ഞാൻ വീണ്ടും സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നുള്ളൊരു സ്ലോഗനിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങാം. ഇപ്പോൾ ഒരു ഏകദേശം 9:15 ആ ഒരു ടൈമൊക്കെ. ഇനിയിപ്പോൾ 9:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും വല്ലാതെ ലേറ്റ് ആവലില്ല. 9:30 ഇറങ്ങിയതല്ല കേട്ടോ, കാരണം 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിൽ ഒരു 5-10 മിനിറ്റ് ഉള്ളൂ. ഏറിപ്പോയാൽ ഒരു 10 മിനിറ്റ്. അപ്പോൾ ടൈം എന്തായി എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഭയങ്കര ടെൻഷനിൽ നോക്കിക്കൊണ്ടൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ടൈമുണ്ട് എന്നാലും ടെൻഷൻ തന്നെയാണ്. പിന്നെ ഇത് തലേ ദിവസം ഉമ്മ അവിടെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ എന്ത് ചെയ്ത് ഇന്നക്കത്തേക്ക് ഒരു ബാക്കിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ പഴംപൊരി കഴിച്ചു. ഇത് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു ടൈമില്ലാതെ വായിലിട്ട് കുത്തി തിരികെ ആയതുകൊണ്ട് തന്നെ നല്ല പണിയുണ്ട് ഇത് ഇറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ലേറ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മുണങ്ങി വിടുകയാണ് ഫുഡൊക്കെ. പിന്നെ ഇത് എനിക്ക് നിഷാൻ ഉണ്ടാക്കി തന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് നോർമലി ഒരു പേപ്പറാണ്, പക്ഷെ അവൾ 4 കോർണറൊക്കെ കട്ട് ചെയ്ത് ഒരു ഫ്രെയിം രൂപത്തിലാക്കി വന്നിങ്ങനെ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. സോ ലഞ്ച് വേണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ ഞാനെന്ത് ചെയ്തു ലഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് കോഴിമുട്ട പൊരിച്ചതും പിന്നെ ചേന പൊരിച്ചതുമാണ്. അപ്പോൾ ചേന പൊരിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിന്ന് ലഞ്ച് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും എല്ലാം കൂടി ബാഗ് അത്യാവശ്യം നല്ലൊരു കനം ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി മെല്ലെ കോളേജിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു ബെറി എന്ന് പറഞ്ഞത് എന്താ മൾബറിയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഇത് നമ്മളെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയത് ഇതുമ്മ പറിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ എന്തൊക്കെയോ ഫണ്ട് കളക്ഷനും സംഭവങ്ങളൊക്കെ ഇതേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിൽഡ്രൻസ് ഡേ പരിപാടിയിലേക്ക് കടക്കാം. ഞങ്ങള് പോകുന്നത് ഇനിയുണ്ട് കേട്ടോ ടീംസ്.
യൂട്യൂബറൊക്കെ ഇൻഷിതൊക്കെ വരാനുണ്ട് ഒരു മെയിൻ ആയതുകൊണ്ട് തന്നെ ഓടിപ്പാഞ്ഞ് നടക്കാണ്. അതെ അതെ, ഞങ്ങൾ ഞാൻ ഓളെ സഹായിക്കാം ക്യാമറമാൻ. ഇവള് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോസ് ഇങ്ങനെ കിട്ടുന്നത്. അങ്ങനല്ല അൻഷിത് എടുക്കലുണ്ട്, ഞാൻ എടുക്കലുണ്ട്, അങ്ങനല്ല. നൂറ കമ്പിയ ആനിസ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നമ്മളങ്ങോട്ട് കുട്ടികളെ കാണും, അംഗനവാടിയിൽ കുട്ടികളെ താഴെക്കുന്നു. പോയിട്ട് നമ്മൾ വാങ്ങി. നമ്മുടെ ഇവിടെ എടുത്ത് ചെറൂർ അടിവാരത്തുള്ള അംഗനവാടി കണ്ടു പോകുന്നത്. സോ ഇതിലൂടെ ഇങ്ങനെ നമ്മുടെ കോളേജിൻ്റെ ഗ്രൗണ്ടിലൂടെ പോയി ഒരു തോടൊക്കെ കടന്നു പോയി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഷോർട്ട് കട്ടിലൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഗ്രൗണ്ടൊക്കെ നടന്നു കഴിഞ്ഞതേ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ തോട് കണ്ടത്. നമ്മൾ പണ്ട് സ്ഥിരം ഈ ഒരു തോടിൻ്റെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ തോട്ടിലേക്ക് വരണൊക്കെ നിർത്തിയത്. പിന്നെ ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ്. എന്തിട്ടാലോ രണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് തോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സോ അതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് തോട് കടന്ന് അപ്പുറത്തേക്ക് പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം എനിക്കിങ്ങനെ പണ്ട് നമ്മൾ ഉമ്മാരൊക്കെ ഇങ്ങനെ പറയില്ലേ, ഞങ്ങളിങ്ങനെ മലയൊക്കെ കയറി കുന്നൊക്കെ കയറിയാണ് സ്കൂൾക്ക് പോയിട്ടുള്ളത്. ആ സംഭവം ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. എന്തായാലും നമ്മളൊരു 6 പേരും പിന്നെ നമ്മളെ ക്ലാസ്സിൽ വേറൊരു 5 ഗേൾസും പിന്നെ 6 ബോയ്സ് എന്തോ ഉണ്ടായിരുന്നത്. ഒരു നേരെ വഴിയിലൂടെയാണ് വരുന്നത്. ബിക്കോസ് അവർക്ക് നേരെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് മീൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റ്സും ഗിഫ്റ്റ്സൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു നേരെ വഴിയിലൂടെയും നമ്മളിങ്ങനെ വളഞ്ഞ വഴിയിലൂടെയാണ് വരുന്നത്. ആൻഡ് കാണാത്തൊരു കണ്ടോളൂ, അതാണ് എൻ്റെ കോളേജ്. ഓക്കെ, അങ്ങനെ നമ്മൾ സഹായമൊക്കെ കഴിഞ്ഞതേ തോടിൻ്റെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് എത്തിയപ്പോഴാണ് ഇതേ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. ഇത് നമ്മളെ വെള്ളത്തിൽ എന്തോ അമീബ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ള പോസ്റ്ററൊക്കെ ഉണ്ടോ. അല്ല, വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്നല്ല, നമ്മളത് അവിടുത്തെ വെള്ളം യൂസ് ചെയ്തിട്ട് കുളിക്കുക അല്ലെങ്കിൽ മുഖം കഴുകുകയൊന്നും ചെയ്യരുത് എന്നുള്ള. ഇനി ഇവിടെ നിന്ന് കണ്ട ഒരു ഫുള്ളൊരു കയറ്റാണ് കേട്ടോ മുകളിലോട്ട്. മെല്ലെ മെല്ലെ കയറി എന്തായാലും ഞാൻ ക്ഷീണിക്കുക, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി കയറാണ്. പിന്നെ കുന്നൊക്കെ കയറി നമ്മളൊരു നേരായിട്ടുള്ളൊരു വഴിക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ വേറെ കോമഡി ഉണ്ടായി. അപ്പൊ ഒരു കല്യാണ കേസ് കിട്ടിയിട്ടുണ്ട്. ആർക്കും കല്യാണമാണ്, പെൺകുട്ടീനെ തരുമെന്ന് ചോദിച്ചു. ഇവിടെ കൊറേ ഉണ്ടല്ലോ, ഒരു 2 ദിവസം കയറി ഇറങ്ങിയാൽ തന്നെ തടിയൊക്കെ കുറേ ജിമ്മായിക്കോളും. ഉസുറുമ്പുളില്ലാത്ത പെണ്ണുങ്ങളെ ഒന്നും വേഗം വരുവാ. ആരാന്റെ പറമ്പ് പായെടുത്ത് തിന്നുക. ഫ്ലവറിന്റെ പേര് പറഞ്ഞവർക്ക് ഞാൻ സമ്മാനം. എന്ത് സമ്മാനം? ഇംഗ്ലീഷിൽ പറയണം കേട്ടോ. ഇതിന്റെ പേരെന്തേനു? ഹിബിസ്കസ്. ഇവരെങ്ങനെ അറിയാം? ഇവരൊക്കെ എടുക്കുന്നുണ്ട്. ഇന്നോട് അറിയിടരുത്, ഞാനല്ലേ അടിച്ചേണ്ടി, ഞാൻ എല്ലാം ഇടും. ഞാൻ പറയലുണ്ട്. അങ്ങനെ നമ്മൾ കുന്നും മലയൊക്കെ താണ്ടി ഇത് അംഗനവാടിയിൽ എത്തിയപ്പോൾ എല്ലാവരും ഇങ്ങനെ മുന്നിലിരിക്കുന്നുണ്ട്. എനിക്കെന്താ പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത്? നമ്മളവിടെ എത്തിയപ്പോഴേക്കും PPTM സ്കൂളിലെ +2 NSS കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഓരോ വക ഒരു റാലി ഉണ്ടായിരുന്നു. നമ്മളോടും റാലിയിൽ പോകാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ റാലിയിൽ കയറി ഒരു കൂടെ. ചിൽഡ്രൻസ് ഡേ ആണ്. ഞങ്ങൾ റാലി പോവാണ്. നമ്മളും കുട്ടികളാണ്. ഇത് വലിയ കുട്ടി, അതാ നമ്മള് വോയിസ്, അതാ പിറന്നപടി നമ്മള് വോയിസ്. ഞങ്ങൾ അത് കുറച്ച് ദൂരം വരെ പോയിട്ടുള്ളൂ കേട്ടോ. അന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ റിവേഴ്സ് എടുത്ത് വന്ന് പിന്നെ അവരുടെ വക എന്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. മീൻസ് ഈ +2 NSS കുട്ടികളുടെ വക ഇങ്ങനെ ഗിഫ്റ്റ്സും ലഡു സംഭവങ്ങളൊക്കെ അപ്പം നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്ത് ചെയ്ത് ഇവരുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പ്രോഗ്രാം ആക്കാമെന്ന് വിചാരിച്ച് നമ്മളത് കയ്യോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മധുരം കഴിച്ചാൽ പിന്നെ എന്തായാലും വെള്ളം കുടിക്കാൻ തോന്നുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അവരുടെ പ്രോഗ്രാം അതിന് അവർ പോയതിന് ശേഷം നമ്മൾ അംഗൻവാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഞാനും റിഷാനും 2 ഭാഗത്തുനിന്ന് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അവർക്ക് മേടിച്ചിട്ടുള്ള ബലൂണൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീർപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും അവിടുത്തെ അംഗനവാടിയിലെ കുട്ടികൾ പുറത്ത് തന്നെ ഇരിക്കുകയാണ്. അവിടെ ഫോട്ടോ സെഷനും അങ്ങനെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഉള്ളിൽ കയറിയാണ്ട് നമ്മളെ കുഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുക വിചാരിച്ച്. നിങ്ങളെല്ലാവരും അംഗനവാടിയിൽ പോയിട്ടുള്ളവരാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ. ആൻഡ് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് അംഗനവാടിയിൽ എക്സ്പീരിയൻസസ്? ആൻഡ് ഓൾസോ ഈ ഒരു ചിൽഡ്രൻസ് ഡേ നിങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻസിൽ അറിയിക്കണേ. ഇതൊക്കെ അവിടെ ഇങ്ങനെ ആരൊക്കെയോ ഉണ്ടാക്കി വന്നാണ് കേട്ടോ കുട്ടികൾ.
പിന്നെ എന്ത് ചെയ്ത് ഞാനും നൂറി അവിടെ ഇരുന്നൊരു കുഞ്ഞു ബെഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ആ ബെഞ്ചിലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊക്കെ ചിരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഡെക്കറേഷൻസും പരിപാടിയൊക്കെ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇനി കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വന്ന പാടെ കുറച്ച് നേരത്തെ നമുക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഗോതമ്പ് നുറുക്കോ അങ്ങനെ എന്തോ ഒരു ഇതിൻ്റെ പായസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പായസം കുടിച്ചു. നമ്മൾ കുട്ടികളെല്ലാവരും ഉള്ളിൽ കയറിയിരുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ കുഞ്ഞ് കസാലയിലൊക്കെ ദേ അംഗനവാടിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു വൈറ്റ് ഡ്രസ്സ്, അങ്ങനെ വൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ ആയിരുന്നു. ആൻഡ് കുഞ്ഞ് റോസാപ്പൂവും കുഞ്ഞ് തൊപ്പിയും അങ്ങനെ എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇന്ന് നമ്മുടെ PG ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്ത് കണ്ടക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് നമ്മളൊരു അംഗനവാടി വിസിറ്റ് ചെയ്തിട്ട് അവിടെ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ആക്കി. ഇങ്ങനെ ഓരോ ഗെയിംസും ആക്ടിവിറ്റീസും അവർക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്ത് എല്ലാവരും വന്നിരുന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നേരെ കളറിങ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാനാണ് ഇപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കളർ കൊടുക്കാനുള്ള പേപ്പേഴ്സ് നമ്മളിങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ എന്തോ 18 or 20 അങ്ങനെ എന്തോ കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികളുടെ പാരൻസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ സാരി എടുത്ത് നിൽക്കുന്നുണ്ടല്ലോ സെൻറ്ററിൽ, അതാണ് കേട്ടോ അംഗനവാടി ടീച്ചർ. അപ്പോൾ എല്ലാവരും പല പല ഇമോഷൻസിലായിരുന്നു. ചിലർ ഭയങ്കര ഹാപ്പിയാണ്, ചിലർ ഉമ്മാരെ കാണാനായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ടീച്ചർ പിന്നെ വന്നിട്ട് അവർക്ക് കളേഴ്സ് കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ കളറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കളർ എന്ത് ചെയ്ത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് അവിടെ ഉള്ള കളേഴ്സ് വെച്ചിട്ടാണ് ഇവരിപ്പോൾ കളറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇങ്ങനെ കുട്ടികൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മെൻറ്റർ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ കളർ ചെയ്യിപ്പിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയി തോന്നി. കാരണം ഞാൻ ഫസ്റ്റ് ഇയറിന് NSS ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ അംഗനവാടി പോയിട്ടുണ്ടായിരുന്നു ചിൽഡ്രൻസ് ഡേക്ക്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്ര ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അന്നും പരിപാടി നമ്മളെല്ലാം അടിപൊളിയാക്കി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് കുട്ടികളുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് പരിപാടി നടത്തിയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മളും ഓരോ കൂടെ തന്നെ ഇരുന്ന് ഓരോ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചറിഞ്ഞ് ഭയങ്കര നമ്മൾ അവരായിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കളറിങ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ചിലവർക്ക് നല്ല വൃത്തിയുണ്ട്, ചിലവർ തീരെ വൃത്തിയില്ലാത്ത രീതിയിൽ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ കളേഴ്സ് കൊടുക്കുക, നമ്മളിങ്ങനെ ഒരിക്കൽ ഇങ്ങനെ വെച്ചെങ്കിൽ വലിയ താത്തമാരെയും കാക്കമാരെയൊക്കെ വന്നിട്ട് ഗിഫ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ സംഭവങ്ങളായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ എത്ര പുറത്തേക്ക് പോയതാണെങ്കിലും അല്ലെങ്കിൽ ഇവരിങ്ങനെ കളർ ചെയ്ത് ഓരോപ്പം ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് പച്ചവെള്ളം ഓക്കെ നോക്കി ഇവിടെ വെള്ളം ചോദിച്ചു. ഞാനിത് ഈ ഒരു കുട്ടീനായിരുന്നു കേട്ടോ കളർ കൊടുത്തിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് വന്നപ്പോൾ അതൊരു കരച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാം, നിങ്ങൾ ഫുള്ള് അറിയുന്നത് കാണാം. ഞാനങ്ങനെ കൂടുതലായിട്ട് കുട്ടികളോട് കണക്റ്റഡ് ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ആദ്യം ഇവനിങ്ങനെ കളർ ചെയ്ത് കൊടുത്ത് അപ്പോൾ ഓൻ ഇന്നേറ്റവും വലിയ സിങ്ക് ആവണില്ല, ഞാൻ ഓനേറ്റവും വലിയ സിങ്ക് ആവണില്ല. പക്ഷേ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഭയങ്കര സിങ്കായി മീൻസ് പിന്നെ ഞങ്ങളിങ്ങനെ കളർ എടുത്ത് ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച്. ഗുഡ് ഗേൾ ആണ് അവള്, ഗുഡ് ഗേൾ. തംസപ്പ് അഞ്ച അങ്ങനെ എന്ത് ചെയ്ത് ഓരോരുത്തരും ഇങ്ങനെ കളർ ഫുള്ളായി ഒന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ സ്റ്റിൽ എൻ്റെ കുട്ടീനായിട്ട് ഇങ്ങനെ കളറ് വരപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി. അവന് ഭയങ്കര കുറവാട്ടോ. എനിക്ക് എന്താ അറിയില്ല, അവനായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോരാൻ നേരത്ത് അവരെന്ത് ചെയ്ത് കരഞ്ഞ് ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് അതിലേറെ കരച്ചില്ല. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കതിന് ഭയങ്കരമായിട്ട് പേഴ്സണലി സങ്കടം വരുന്നുണ്ട്. കാരണം നമ്മൾ കുട്ടികളായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആവശ്യമിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു കുട്ടി ഞാൻ പോകണം പറഞ്ഞ് കരയണൊക്കെ ഞാൻ കാണും. അവനിങ്ങനെ മറ്റേ നിങ്ങൾ പോവല്ലേ അങ്ങനെ വലിയ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിന്നെയും വരും, ഇനിയും വരണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴേക്കും അതിൻ്റെ കണ്ണൊന്നായിട്ട് നിറഞ്ഞെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട്. കാരണം എന്തോ ഒരു ഇമോഷണലി പെട്ടെന്ന് ഒരു കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ. അത് ഞങ്ങളങ്ങനെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അവനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ കളറിങ്ങിന്. പക്ഷെ എന്താ അറിയത്തില്ല, അവൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡായി. ഞാൻ പോരുമെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ കളറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഈ കളർ ചെയ്ത ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു കോൽമുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസുള്ളൊരു ദിവസമാണെന്ന് പറയാൻ കാരണം
ഇന്നത്തെ ഒരു ദിവസം ഇങ്ങോട്ട് ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഇത് ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മൾ റാൻഡംലി കുട്ടികളെ കാണാൻ പോകുന്നു, അവർക്ക് കുറച്ച് ഗിഫ്റ്റ്സും ചോക്ലേറ്റ്സൊക്കെ കൊടുക്കുന്നു, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ആക്കുന്നു എന്നുള്ളതിനേക്കാളും മോറോവർ ദാറ്റ് എന്തോ നമ്മൾ അവരായിട്ട് പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ചുകൂടി ടൈം അവിടെ സ്പെൻഡ് ആക്കണം എന്നുണ്ടായിരുന്നു എല്ലാവർക്കും. എന്തോ ഇതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് എന്നുള്ള ഒരു കൂട്ടത്തിലേക്ക് വന്നിട്ടോ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം. പിന്നെ അതിന് ശേഷം നമ്മൾ പാട്ടിട്ട് ഒരു ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ ഓരോ ഓൾറെഡി പഠിച്ചു വെച്ച ഡാൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് കളിച്ച് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് എല്ലാവരും അവരുടെ ഡാൻസൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ആക്ച്വലി നമുക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ, നമുക്ക് 1 ഹവറായി ഇതിനെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 1 ഹവറിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ടൈമിനൊന്നും നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും തിരിച്ച് ഇവിടുന്ന് ഉച്ചക്ക് റിട്ടേൺ പോകാൻ വേണ്ടി നമുക്ക് നമ്മളെ മനസ്സ് സമ്മതിക്കണില്ലേ, നമുക്ക് കുറച്ചുകൂടി ടൈം അവിടെ നിൽക്കണം എന്ന് അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ കുട്ടിയും കൂടി അവിടെ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ എല്ലാവരും കോൽമുട്ടായി വായലൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇനിയും ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് അംഗനവാടിയൊക്കെ വിസിറ്റ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് പിന്നെ അതേ ഫുൾ ഓഫ് ഡാൻസും പരിപാടിയും തന്നെയായിരുന്നു. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കോളേജിലേക്ക് തന്നെ പോരാൻ വിചാരിച്ചിട്ടു. അങ്ങനെ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞാണ് നമ്മൾ ഇറങ്ങി. എന്താ മക്കളെ എന്താണ് നായി അല്ലെങ്കിൽ ഇവർക്ക് പോയതാ കളത്തിന്റെ എടുക്കോ ഇച്ചു പോയിട്ട് ഞാൻ മണ ഉരുണ്ടോ എവിടെ കുറച്ച് കല്ലൊക്കെ എടുത്തോ അതോ പോണു നമുക്ക് വൈക്കാട്ടിയതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ കണ്ട കല്ല് വാർത്തായി അതാണ് നമ്മളവിടെ പോകുമ്പോ നമ്മൾ വൈറ്റ് ബാക്കിലാണ് എന്തായാലും എനിക്കെന്നെ പൊടി മൂന്തി കുത്തി കൂടെ നല്ല രസം. എന്തൊക്കെ എന്ത് റോഡാ ഇത്, ഓഫ് റോഡ്. എനിക്ക് പേടില്ല, ഓൾക്ക് ജീവനുള്ള പേടില്ല, ചത്തത പേടിയുള്ള. ഞാനല്ലേ ഇവല് കിടന്നല്ലേ ആർക്കല്ലേ ഞാൻ പറഞ്ഞാണ്. ഞാൻ ഇവല് വെറുതെ തമാശക്ക് പറഞ്ഞ ചിട്ടിക്കണേ അപ്പോഴത്തേന് ഷെബിമ ഞങ്ങളടുത്ത് എത്തി. അതിന് ബാക്കിലെത്തി. അഞ്ചാല് ഫോണേ പറ്റിച്ചേ സർപ്രൈസ്. എന്താ പരിപാടി അനിസ? ഒരു ഡാൻസ് പ്രാക്ടീസ്. നമ്മളിപ്പോ എന്ത് പരിപാടി കഴിഞ്ഞാൽ വരുന്നത്? ഒരു ചിൽഡ്രൻസ് ഡേ പരിപാടി കഴിഞ്ഞ് വരണേ. അങ്ങനെ ചിൽഡ്രൻസ് ഡേ പരിപാടി കഴിഞ്ഞ് വന്ന് പിന്നെ ഉച്ച മുതൽ വൈകുന്നേരം വരെ കോളേജിൽ നിന്ന് പ്രാക്ടീസും ചെയ്ത് ഞാൻ അവസാനം വീട്ടിലെത്തിയപ്പോഴാണെന്നുണ്ടെങ്കിലോ ഞാൻ ഉച്ചക്ക് ലഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കത് കഴിക്കാനൊരു ടൈം കിട്ടിയിട്ടുണ്ടായില്ല. കാരണം നമ്മൾ ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാം അതിന് വന്ന് പിന്നെ അധികം നിന്നില്ല, വേഗം പ്രാക്ടീസിന് കയറി. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഭയങ്കര പോയി. അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് മിസ്സായിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ചേന പൊരിച്ചതും മുട്ട പൊരിച്ചതായിരുന്നു. ഇന്ന് നമ്മൾ കാര്യമായിട്ടൊരു ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് വീട്ടിൽ ബിരിയാണി ഉണ്ടായിരുന്നു എന്നുള്ളത്. സാരമില്ല, അതെന്തായാലും നമുക്ക് നൈറ്റ് കഴിക്കാം. പിന്നെ എൻ്റെ റൂമിൽ ഫുൾ ഓഫ് അലമ്പാണ് കേട്ടോ, കുറേ പണി നടന്നതിൻ്റെ അലമ്പുകളുണ്ട്. അപ്പോൾ എനിക്കിതെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഞാനെന്ത് യൂണിഫോമിൽ നിന്നാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് വന്ന് ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കഴിച്ചു. അതൊരു എന്തോ ഒരു ഹെവൻ ഫീലാണ്. കാരണം നമ്മൾ കുറേ പണിയെടുത്ത് കുഴങ്ങി വന്ന് ഫ്രഷ് ആയതിന് ശേഷം നല്ലൊരു ഫുഡ് കഴിക്കുന്നത്. ഇതും എൻ്റെ ബിരിയാണിയാണ്. ഇതും വോയിസ് ഓവർ എടുക്കുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. ബിക്കോസ് ഉമ്മാൻ്റെ ബിരിയാണി എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇന്നുണ്ടാക്കിയ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഞാനിങ്ങനെ സൈഡിൽ ഉമ്മമ്മ ഉണ്ട്. സോ ഉമ്മമാനായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാട്ടോ ഫുഡ് കഴിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, ഞാനിങ്ങനെ ഭയങ്കര മെൽറ്റായി പോയ പോലെയാണ് ഫുഡ് കഴിക്കുന്നത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചതും ചിക്കൻ ബിരിയാണിയൊക്കെ. അയ്യോ, നമ്മളെ വ്ളോഗിൻ്റെ ലെങ്ത്ത് കൂടി പോയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ കിടക്കാം. ബിഫോർ ദാറ്റ് നമുക്ക് കിടക്കണതിന് മുൻപ് മുഖമൊക്കെ ഒന്ന് കഴുകി വന്നതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. ഇങ്ങനെ മോയ്സ്ചറൈസർ രാത്രി കിടക്കുന്നതിന് മുൻപ് അപ്ലൈ ചെയ്തിട്ട് കിടന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫേസ് എന്തോ കുറച്ചുകൂടി ക്ലിയർ ആയ പോലെ ഫീൽ ചെയ്യാറുണ്ട്.
അപ്പോൾ ഞാൻ ഇതേ ഡെർമാക്കോൻ്റെ ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെതൊരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എന്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഒരു ഓയിലി ഫീൽ ആവും, ഭയങ്കര സ്കിന്ന് ഡ്രൈ ആൻഡ് ഡള്ളാവും. പക്ഷേ ഇതെനിക്ക് കുറച്ചുകൂടി ഒരു ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു സൂപ്പർ ഒരു ജെല്ലി ഫീലാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.